ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മെൽബൺ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ, സ്നേഹം നിറഞ്ഞ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയ ഇടവക്കാരായ സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമ്മളെ 3 നോയമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെയൊക്കെ സഭാജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടെ നാം നോക്കുന്ന ഒരു നോമ്പാണ്. കാനോനികമായ 5 നോമ്പുകളിൽ ഒരു നോമ്പാണ് 3 നോയമ്പ്. ഒരുപക്ഷെ 3 നോയമ്പ് അത്രയേറെ പ്രാധാന്യത്തോടെ നാം നോക്കാൻ കാരണം അതിൻ്റെ ദിവസങ്ങൾ തന്നെയായിരിക്കും. ചുരുങ്ങിയ ദിവസങ്ങളുള്ളൂ, 3 ദിവസമുള്ളൂ, പേര് തന്നെ അങ്ങനെയാണ്. അത് വളരെ തീക്ഷ്ണതയോടെ നാം നോക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാൻ നിങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട്. കിഴക്കിൻ്റെ സുറിയാനി സഭയായിട്ടുള്ള കൽദായ സഭയൊക്കെ വളരെ തീക്ഷ്ണതയോടെ അവർ 3 ദിവസം ഫുൾ ഫാസ്റ്റിംഗ് എടുത്ത് പള്ളിയിൽ തന്നെ ആയിരുന്നു ഒക്കെ വളരെ തീക്ഷ്ണതയോടെ നോക്കുന്ന ഒരു നോമ്പാണ് 3 നോയമ്പ്. നമ്മുടെ സഭയിലും 3 നോയമ്പ് വളരെ പ്രാധാന്യത്തോടെ നോക്കാറുണ്ട്. നിലവേ നോമ്പെന്ന് ചിലരതിനെ വിശേഷിപ്പിക്കാറുണ്ട്. നിലവേ നോമ്പെന്ന് അതിനെ വിളിക്കാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം അന്നത്തെ ദിവസത്തെ ഈ 3 ദിവസത്തെ നോമ്പിലെ വായനയ്ക്കായിട്ട്, ധ്യാനത്തിനായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം പഴയ നിയമ പ്രവാചക പുസ്തകമായ യോന പ്രവാചകന്റെ പുസ്തകം. കഥ വളരെ ഫെമിലിയറാണ്. ഇതാ ദൈവം ഒരു പ്രവാചക ദൗത്യവുമായി ഹെബ്രായനായിരിക്കുന്ന യോനായെ നിനവേ നഗരത്തിലേക്ക് അയക്കുകയാണ്. അതാണ് ഈ യോന പ്രവാചകന്റെ പ്രവാചക ദൗത്യം തന്നെ. പലപ്പോഴും നമ്മൾ ഈ 3 നോയമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ യോന പ്രവാചകൻ നിനവയിലേക്ക് പോയി പ്രവാചക ദൗത്യം വളരെ സക്സസ്ഫുള്ളായി നിവർത്തിച്ചതിൻ്റെ, അല്ലെങ്കിൽ അവിടുത്തെ ജനം നോമ്പെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നാം നോമ്പെടുക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. വാസ്തവത്തിൽ അതിനേക്കാളും പറയുന്നതിനേക്കാളും കുറെ കൂടെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ പിതാക്കന്മാർ അതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം വാസ്തവത്തിൽ 3 നോയമ്പ് 50 നോയമ്പിൻ്റെ ഒരു മുന്നാസ്വാദനം. നമ്മൾ 3 നോയമ്പ് വാസ്തവത്തിൽ നോക്കുമ്പോൾ അതൊരു പരിശീലന കാലഘട്ടമാണ്. എന്ത് പരിശീലനം? ഇത് 50 ദിവസത്തെ കാഠിന്യമേറിയ ഒരു നോമ്പ് നമ്മൾ നോക്കാനിരിക്കുന്നു. ഈ നോമ്പിലേക്ക് നമ്മൾ ആത്മീയമായും ഭൗതികമായും ശാരീരികമായും ഒക്കെ ഫിസിക്കലായി നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. 50 ദിവസത്തെ നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ അത് പിതാക്കന്മാർക്കും നന്നായിട്ടറിയാം. അത് വലിയൊരു ദൗത്യമാണ്, ടാസ്ക്കാണ്. ആ ടാസ്ക് നന്നായിട്ട് പൂർത്തീകരിക്കണമെങ്കിൽ നല്ല പരിശീലനം ആവശ്യമാണ്. അതിൻ്റെ ഒരു പരിശീലന കാലഘട്ടമാണ് 3 നോയമ്പ്. അതുകൊണ്ട് തന്നെ 50 നോയമ്പിന് മാത്രമുള്ള യുണീക്കായിട്ടുള്ള പല ആചാരങ്ങളും അല്ലെങ്കിൽ രീതികളും പ്രാർത്ഥനകളും 3 നോയമ്പിലുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് 3 ദിവസവും നമുക്ക് കുർബാനയില്ല. 50 ദിവസത്തിൽ ദിവസങ്ങളിലൊന്നും നമുക്ക് വിശുദ്ധ കുർബാനയില്ല. അതോടൊപ്പം തന്നെ ഉച്ച നമസ്കാരത്തിൽ 40 കുമ്പിട്. പക്ഷേ 40 കുമ്പിടിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നോമ്പ് ദിവസങ്ങളിലെ നല്ല തീക്ഷ്ണമായ ആത്മീയ ഓർമ്മകളാണ്. അങ്ങനെ തുടങ്ങി 50 നോയമ്പിൻ്റെ ഒരു പകർപ്പായിട്ട് 3 നോയമ്പ് നമ്മുടെ മുമ്പിൽ പിതാക്കന്മാർ സഭയും വരച്ചു കാട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ 3 നോയമ്പ് അല്ലെങ്കിൽ ആ ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. 3 നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ ഓർപ്പെടുത്തി, യോന പ്രവാചകന്റെ പ്രവാചക ദൗത്യമാണ് ധ്യാനത്തിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന പിതാക്കന്മാർ. യോന പ്രവാചകൻ തൻ്റെ ദൗത്യം കയറി പോകേണ്ട സ്ഥലം നിനവയാണ്. ഒരുപക്ഷെ ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുൻവിധികൾ കൊണ്ടായിരിക്കാം. അദ്ദേഹം ഒരു ഹെബ്രായനായതുകൊണ്ട് തന്നെ തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് പുറത്തുള്ള ഒരു സമൂഹത്തിലേക്ക് പോകാനുള്ള ഒരു മടിയും അദ്ദേഹത്തിന് കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? യോപ്പയിൽ നിന്ന് നേരെ പോയത്
താർഷീഷിലേക്കാണ്. നിനവയിലേക്ക് പോകേണ്ട മനുഷ്യൻ താർഷീഷിലേക്ക് യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കഥ എല്ലാവരും ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം. താർഷീഷിലേക്ക് യാത്ര ചെയ്ത യോന പ്രവാചകൻ കപ്പലിലാണ് യാത്ര പകുതി ദൂരം ചെന്നപ്പോഴേക്കും യാത്ര മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ക്ലേശകരമായി തീർന്നു. ഇതാ കപ്പലിനെ ഒരടി പോലും മുമ്പോട്ട് വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ കാറ്റും കോളും കൊണ്ട് ആ യാത്ര ദൈവം ബ്ലോക്ക് ചെയ്യാണ്. ദൈവം ദൗത്യമേൽപ്പിച്ച മനുഷ്യൻ തൻ്റെ ദൗത്യത്തെ മറന്നുകൊണ്ട് തൻ്റെ പ്രദേശമായ അല്ലെങ്കിൽ തൻ്റെ ദൗത്യ മേഖലയായ നിനവയെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിനവയിൽ നിന്ന് മാറി താർഷീഷിലേക്ക് യാത്ര ചെയ്തു. അനേകം മനുഷ്യരുടെ നിത്യജീവനത്തിന് കാരണമാവേണ്ട മനുഷ്യൻ തൻ്റെ ദൗത്യം അതെല്ലാം ഉപേക്ഷിച്ച് ഭയമെന്ന വികാരത്തിനടിമപ്പെട്ട് മനുഷ്യൻ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. എ സേഫർ പ്ലേസ്, കുറെ കൂടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്യാണ്. എന്ത് സുരക്ഷിതത്വം? തൻ്റെ തലച്ചോറും തൻ്റെ ജീവിതവും തൻ്റെ ചുറ്റുമുള്ള എക്സ്പീരിയൻസ് തന്നെ പഠിച്ച സുരക്ഷിതത്വത്തിലേക്ക് ആ മനുഷ്യൻ യാത്ര ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു? താൻ സുരക്ഷിതമെന്ന് ചിന്തിച്ച സ്ഥലം, താൻ സമാധാനം തരുമെന്ന് ചിന്തിച്ച സ്ഥലം, തനിക്ക് രക്ഷപ്പെടാം എന്ന് ആ മനുഷ്യൻ ചിന്തിച്ച സ്ഥലം, ഇതാ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആ മനുഷ്യന് നരകം തുല്യമായി മാറുകയാണ്. അത് രക്ഷ പ്രദാനം ചെയ്യാത്തതും സമാധാനം നഷ്ടപ്പെടുത്തുന്നതും, ഇതാ ആ മനുഷ്യനുണ്ടായ ആന്തരികമായ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥലമായി, ഇടമായി അദ്ദേഹത്തിൻ്റെ എതിർദിശയിലുള്ള യാത്ര മാറിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൗത്യം മറന്ന്, ദൈവം ഏൽപ്പിച്ചത് മറന്ന് യാത്ര ചെയ്ത മനുഷ്യന് സംഭവിച്ചതാണ് എന്താണ്? സന്തോഷം തരുമെന്ന് വിചാരിച്ചതെല്ലാം സങ്കടവും കയ്പുമായി മാറി. സന്തോഷം പ്രദാനം ചെയ്യുമെന്ന് അദ്ദേഹം വിചാരിച്ച സംവിധാനങ്ങളെല്ലാം അദ്ദേഹത്തിന് കയ്പായി മാറി. അത് സമാധാനത്തെ കെടുത്തുന്നതായി, സമാധാന അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നതായി അത് മാറി. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നമുക്കറിയാം, ഇതാ കാറ്റും കോളും നിറഞ്ഞ സ്ഥലത്ത് കപ്പൽ പെടുന്നു. പിന്നീട് ജനമെല്ലാം വളരെ ഭയപ്പെട്ടു. കാറ്റും കോളിലും പെട്ട് കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. വേറെ കപ്പൽ ആടി ഉലയുമ്പോൾ വെള്ളം കയറാൻ തുടങ്ങും, കപ്പൽ മുങ്ങും. അവര് ഭയന്ന് വിറച്ചു. തങ്ങളിലുണ്ടായിരുന്ന ഭാരമേറിയ സാധനങ്ങളെല്ലാം വലിച്ചെറിയാൻ ശ്രമിച്ചു. അതുകൊണ്ടൊന്നും കപ്പൽ ശാന്തമായില്ല. സംഭവിച്ചത് ഇതാ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തങ്ങളുടെ ദൈവങ്ങളോട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു മനുഷ്യൻ ഇരുന്ന് ഉറങ്ങിയാണ്. ആരാണ്? പ്രവാചക ദൗത്യവുമായി പ്രവാചകനായ യോന വളരെ സുഖകരമായ ഒരു ഉറക്കത്തിൽ അദ്ദേഹം, ആലസ്യത്തിൽ അദ്ദേഹം ആയിരിക്കുകയാണ്. ഈ കാറ്റും കൊള്ളുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതാ അദ്ദേഹത്തെ ഇവർ വിളിച്ചുണർത്തി, കപ്പലിലുണ്ടായിരുന്നു വിളിച്ചുണർത്തി സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇതാ സകല ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായി ദൈവത്തിന്റെ പ്രവാചക ദൗത്യം ഉപേക്ഷിച്ച് വന്നയാളാണ് തങ്ങളുടെ കൂടെ ഇരിക്കുന്ന യോന. അവിടെ ഇരുന്ന് ഉറങ്ങിയ മനുഷ്യൻ ദൈവം ഏൽപ്പിച്ചതിന് എതിരെ പോകുന്ന മനുഷ്യനാണ്. തൻ്റെ ദൗത്യം ഉപേക്ഷിച്ച മനുഷ്യനാണ്. അവർ ഭയപ്പെട്ടു. അവരാ മനുഷ്യനെ ഇതാ ആദ്യം ചീട്ടിട്ടാണ് ആ മനുഷ്യനെ കണ്ടെത്തുന്നത്. ആ മനുഷ്യനെ യോനായുടെ നിർദ്ദേശപ്രകാരം തന്നെ നിങ്ങൾ എന്നെ കടലിലേക്ക് വലിച്ചെറിയും എന്ന് പറയുന്നതനുസരിച്ച് ആ മനുഷ്യനെ കടലിലേക്ക് വലിച്ചെറിയും. പിന്നീട് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട യോന 3 ദിവസത്തെ നമുക്കറിയാം, മീൻ വിഴുങ്ങുന്നു. മീനിൻ്റെ അകത്ത് 3 ദിവസത്തിന് വാസത്തിന് ശേഷം അദ്ദേഹം നിനവയുടെ തീരങ്ങളിലേക്ക് മത്സ്യം ഛർദ്ദിച്ച് എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് വീണ്ടും
ദൗത്യം ആരംഭിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും ദൗത്യം ആരംഭിക്കുകയാണ്. ദൈവം പറഞ്ഞ സ്ഥലത്ത് യോന ആയിരിക്കണം. ദൈവം പറഞ്ഞ സ്ഥലത്ത്, യോന ചിന്തിച്ച സ്ഥലത്തല്ല, ദൈവം പറഞ്ഞ സ്ഥലത്ത് യോന ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോനയ്ക്കുള്ള ഭയവും യോനയുടെ എക്സ്പീരിയൻസും ഒക്കെ അവിടെ നിൽക്കുക. യോന പറഞ്ഞാൽ ആ ജനം കേൾക്കൂ എന്നുള്ള ഭയം. പാപം ചെയ്യുന്ന ജനത്തിന്റെ മുമ്പിൽ ചെന്ന് അവരോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ നേരിടേണ്ട വെല്ലുവിളിയൊക്കെ യോനയുടെ മുമ്പിൽ നിൽക്കുക. പക്ഷെ യോന പോയി. കാരണം ദൈവം യോനയെ പിടിച്ച് വലിച്ച് തന്റെ ദൗത്യത്തിലേക്ക് വീണ്ടും നിർത്തിയിരിക്കുക. യോന പോകുന്നു. പ്രിയപ്പെട്ടവർ, കാണുന്ന കാഴ്ച, യോനയുടെ വാക്ക് കേട്ട്, യോന ഇങ്ങനെ പറഞ്ഞത് കേട്ട് ആ ജനം മാനസാന്തരപ്പെടുകയാണ്. യോന ഇത് സംസാരിച്ചു എന്ന് കേട്ട രാജാവ് പോലും മാനസാന്തരപ്പെട്ട് അവരെല്ലാം രാജാവ് ആഹ്വാനം ചെയ്ത് 40 ദിവസത്തെ ഉപവാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ ചാക്കെടുത്ത് ചാരം ബദറി, കുഞ്ഞുങ്ങൾ തൊട്ട് മൃഗങ്ങൾ തൊട്ട് പ്രായമായവർ വരെ വലിയ ഉപവാസത്തിലേക്കും നോമ്പിലേക്കും പ്രവേശിക്കുകയാണ്. അവരുടെ കണ്ണീരിനെ മാനിച്ച് ദൈവം ആ ജനത്തെ രക്ഷിക്കുകയാണ്, അവരുടെ മേലുള്ള ശിക്ഷ നീക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് യോന പ്രവാചക പുസ്തകത്തിലെ കഥയുടെ രക്തചുരുക്കം. അതിനുശേഷം ഒരു ഇൻസിഡന്റ് കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ യോനയെ പോലെ ദൗത്യം പേറുന്നവരാണ് നമ്മളൊക്കെ. നിങ്ങൾ ചിന്തിക്കും, ചിലതേ പറയുന്നത് ഞങ്ങൾ ആരും പ്രവാചകരൊന്നുമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, യോനയുടെ ജോലി പ്രവാചക ദൗത്യമായിരുന്നെങ്കിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ദൈവവിളി എന്ന് പറയാം. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ പ്രവാചകനായ യോനയെ പോലെ ഒരു പ്രവാചക ദൗത്യം അല്ലെങ്കിൽ ഒരു ദൈവവിളി നമുക്കൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപക്ഷെ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കും. കുടുംബജീവിതം നയിക്കുന്നവർക്ക് കുടുംബജീവിതമാണ് ദൈവവിളി. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പല മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. ചിലര് ആരോഗ്യ രംഗത്ത് സേവനം അനുഷ്ഠിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ചിലര് കൺസ്ട്രക്ഷൻ രംഗത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും. ചിലർ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ പല മേഖലയിൽ ദൈവം ഏൽപ്പിച്ച സ്ഥലത്ത് ദൈവം തന്ന ദൗത്യവും കയറി ജീവിക്കുന്നവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവം ഏൽപ്പിച്ച ദൗത്യവുമായി ദൈവം പറഞ്ഞ സ്ഥലത്തേക്കാണോ നാം യാത്ര ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം ഏൽപ്പിച്ചത് നിനവയിലേക്ക് പോകാനായിട്ടാണ് എന്ന് ഇരിക്കലും നമ്മൾ യാത്ര ചെയ്യുന്നത് താർശീഷിലേക്കാണ്. ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം ഏൽപ്പിച്ച ദൗത്യം അതെങ്ങനെയാണോ അങ്ങനെ തന്നെയാണോ നാം ചെയ്യുന്നത്, അതോ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നാം അല്പസ്വല്പമൊക്കെ പിന്മാറി അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് മാറി നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന യാത്രയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ യോന പ്രവാചകൻ ദൈവം ഏൽപ്പിച്ച ദൗത്യം മനുഷ്യബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ അസാധ്യമാണ്. മനുഷ്യബുദ്ധി ചിന്തിക്കുമ്പോൾ എന്താണ്? വളരെ വെല്ലുവിളി നിറഞ്ഞാണ്, ജീവന് തന്നെ ഹാനിയുള്ള ഒന്നാണ്. അങ്ങനെ ജീവന് ഹാനിയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കയറണോ വേണ്ടയോ എന്നുള്ള മനുഷ്യന്റെ ചിന്ത അദ്ദേഹത്തെ എവിടെ എത്തിച്ചു? ദൗത്യം ഉപേക്ഷിച്ച് കപ്പലേക്ക് കയറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവർ, ദൈവം നമ്മളെ ഏൽപ്പിച്ച മേഖലയിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ എക്സ്പീരിയൻസിലും വഴി മാറിയാണോ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞാണോ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ ദൗത്യവും പേറി ദൈവം പറയുന്ന വഴിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങളുടെ കലവറ അല്ലെങ്കിൽ ദൈവാനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് യോന പ്രവാചകൻ. അദ്ദേഹം തർശീഷിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിച്ച ആള് തിരിച്ചു തന്റെ ദൗത്യ പ്രദേശമായി നിലവിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക്
ജനങ്ങളെല്ലാം ആ, എന്താ മുഴുവനായി അത് ആ വാക്കിനെ സർവാത്മന അവര് സ്വീകരിക്കാൻ തയ്യാറായി. അത് ആ മനുഷ്യന്റെ പ്രത്യേകതയല്ല, പിന്നെ ആ മനുഷ്യന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. യോന പ്രവാചകന്റെ വാക്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു, ദൈവം പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യന്റെ ഹൃദയങ്ങളെ ദൈവം പരിവർത്തനം സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലയിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെ ദൈവം ആണ് തന്നത് അല്ലെങ്കിൽ ഏൽപ്പിച്ചതെന്നുള്ള ബോധ്യത്തോടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹത്തിന്റെ കൂടെ നമുക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടുകൾ വളരെ അധികമായിരിക്കും. ഈ ദൈവാനുഗ്രഹത്തിന്റെ ഒപ്പം നമ്മുടെ കൂടെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾക്ക് വാസ്തവത്തിൽ വളരെ അധിക റിസൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അധ്വാനിച്ചാൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ പ്രവർത്തനം ശകലമുണ്ടെങ്കിലും അതിന്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും. കാരണം ദൈവാനുഗ്രഹം കൂടെയുണ്ട്. ദൈവാനുഗ്രഹം കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ചിന്തിക്കണം, യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന സ്ത്രീഹന്മാര് അവരൊക്കെ യേശുക്രിസ്തു പറഞ്ഞതിന് പ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി സ്ത്രീഹന്മാരുടെയിലാണ് കൊടുക്കുന്നത്, നിങ്ങൾ വിളമ്പിക്കൊള്ളാൻ. കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടവർക്ക് എന്ത് ചെയ്തു? അവർക്ക് അത്ഭുതം കാണാൻ സാധിച്ചതാണ്. അവരുടെ കരങ്ങൾ വഴി തന്നെ എന്ത് ചെയ്തു? അപ്പം എന്താണ് 10,000 മടങ്ങ് വർദ്ധിക്കുന്നത് അവർക്ക് കാണാൻ സാധിച്ചു. അല്ലെങ്കിൽ കാനാവിലെ കല്യാണ വിരുന്നിൽ ആ കൽഭരണികളിലേക്ക് വെള്ളം നിറച്ച ആളുകൾ യേശുക്രിസ്തുവിന്റെ വാക്ക് കേട്ടവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണല്ലോ ഇത്രയും വലിയൊരു അത്ഭുതത്തിലേക്കാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നവർക്ക് എഫേർട്ട് ചെറുത് മതി, റിസൾട്ട് ഭയങ്കരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച നമ്മുടെ ദൗത്യങ്ങളിൽ നിന്ന് നമ്മൾ വഴി മാറിയാണോ യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കും. ഞാൻ ഈ വഴി മാറി യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ കുറെ കൂടെ കൺഫ്യൂസിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം, എങ്ങനെയാണ് ഈ വഴി മാറിയാണ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും വഴി യാത്ര നമ്മൾ മാറിയാണോ? ഇവിടെ വളരെ സിമ്പിളാണ്. യോന പ്രവാചകൻ വഴി യാത്ര അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്ര മാറി അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ, അദ്ദേഹത്തിന്റെ വഴി മാറി യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് അതിന്റെ ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്? പ്രിയപ്പെട്ടവരെ, അതിന് അന്തരീക്ഷത്തിലേക്ക് നോക്കുക, അന്തരീക്ഷത്തെ നോക്കുക, അന്തരീക്ഷത്തെ നിരീക്ഷിക്കുക. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ, നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തെ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നമ്മളൊന്ന് ശാന്തമായി നിരീക്ഷിച്ചാൽ നമ്മുടെ യാത്ര നിലവയിലേക്കാണോ താർഷീഷിലേക്കാണോ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നമുക്കറിയാം, ഒരു മനുഷ്യന് 3 തരത്തിലുള്ള ജീവിതം പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ഒന്നാമത് നമ്മുടെ വ്യക്തി ജീവിതമുണ്ട്, നമ്മുടെ വ്യക്തി ജീവിതം. അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബ ജീവിതമുണ്ട്, നമ്മുടെ കുടുംബം. രണ്ടാമത് ഒരു സാമൂഹിക ജീവിതമുണ്ട്. നമ്മൾ സാമൂഹിക ജീവിതത്തിലെല്ലാം വരും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം വരും, നമ്മുടെ ദേവാലയം വരും, മറ്റ് സാമൂഹികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാമൂഹിക ജീവിതത്തിൽ വരും. ഇങ്ങനെ 3 തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഈ 3 തലത്തിലും നമ്മുടെ അന്തരീക്ഷത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. 3 തലത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അതിന്റെ അന്തരീക്ഷം കലുഷിതമാണോ, കാറ്റുകോള് നിറഞ്ഞതാണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒന്ന് എടുത്തൊന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ വ്യക്തി ജീവിതം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? നമുക്ക് പരാതികളും പരിഭവങ്ങളുമാണോ കൂടുതലുള്ളത്? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ സംതൃപ്തരാണോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കുള്ളതിനെ കൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്? പലപ്പോഴും അതിനെ കുറെ
എക്സാമ്പിൾ പറയാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും പല മനുഷ്യരും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നും സങ്കടവും കണ്ണുനീരും മാത്രമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കെന്നും സങ്കടവും കണ്ണുനീരും മാത്രമേ ഉള്ളൂ. എനിക്കെപ്പോഴും കണ്ണീരും കയ്പുമാണെന്ന് പറയുന്ന മനുഷ്യരുണ്ട്. അതോടൊപ്പം തന്നെ എത്ര നമുക്ക് ലഭിച്ചാലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതാവുക. അത് പണമായിരിക്കാം, അല്ലെങ്കിൽ നല്ല ജോലിയായിരിക്കാം. പ്രിയപ്പെട്ടവർ, നമുക്ക് പരാതികളുടെ ഒരു ലിസ്റ്റ് നമുക്ക് എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കുള്ളതിന് നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയല്ല നമ്മുടെ ജീവിതം പോകുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദിശ മാറിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റില്ല, കൂടുതൽ ആഗ്രഹിക്കാം. 20,000 രൂപ അല്ലെങ്കിൽ $20,000 ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് അത് $25,000 ആകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ 20,000-ൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ സന്തോഷിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതിനെയല്ല, പിന്നെ എന്താണ്, ദൈവത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ദൈവം എനിക്ക് തന്ന ദാനമാണ് ഇതെന്നുള്ള ബോധ്യത്തിലാണ് സന്തോഷിക്കുന്നത്. നേരെ മറിച്ച് 25,000-ലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സന്തോഷം മെറ്റീരിയലിസ്റ്റിക് ആണ്. നമ്മൾ ഒരു വസ്തുവിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്, ലൗകികമായിട്ടുള്ളൊരു ഒരു വസ്തുവിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്, ദൈവത്തിലല്ല. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലോകത്തിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നല്ലൊരു ഫോൺ മേടിച്ച്, നല്ലൊരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ നമ്മൾ മേടിച്ചു കഴിയുമ്പോൾ ആണ് നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പോക്ക് വളരെ അപകടകരമായ രീതിയിലാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി യാത്ര ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തും ആഗ്രഹിക്കുക, നമുക്ക് എന്തും പ്രാർത്ഥിക്കുക. എനിക്ക് ഇന്നതുപോലെ എനിക്കൊരു സമാധാനം, സന്തോഷം, എനിക്ക് ഇന്നതുപോലെ ഒരു സംഭവത്തിലൊരു മാറ്റം ഉണ്ടാവണമെന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ സന്തോഷിക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവം എനിക്കുണ്ട്, എനിക്ക് എന്ത് വന്നാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ പരാതികൾ മാത്രമായിട്ട് നമ്മൾ തീരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിച്ചോണം, നമ്മൾ കർത്താവിന്റെ ദിശയിലല്ല, എതിർ ദിശയിലാണ് യാത്ര ചെയ്യുന്നത്. കർത്താവിന്റെ ദിശയിലല്ല യാത്ര ചെയ്യുന്നത്. ഈ കഴിഞ്ഞിടയിൽ ഒരു സഹോദരി തന്റെ ജീവിതത്തിന്റെ അനുഭവം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എന്നും കണ്ണുനീര് മാത്രമേ കർത്താവ് തന്നിട്ടുള്ളൂ, എന്നും കണ്ണുനീര്. പിന്നീട് ആ സഹോദരിയോട് സംസാരിച്ച് വന്നപ്പോഴാണ് ഈ അടുത്ത് കുറച്ച് സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. പക്ഷേ ആ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ജീവിത പങ്കാളി, നല്ല മക്കളൊക്കെ നന്നായി പഠിക്കുന്നവര്, നല്ല ദൈവവിശ്വാസമുള്ള മക്കള്, പള്ളിയിൽ നിന്ന് ഇറങ്ങില്ല, അതുപോലെ പ്രാർത്ഥനയിൽ ജീവിക്കുന്നു, വേറെ ഒരു മോശപ്പെട്ട ജീവിതത്തിലേക്ക് പോകാതെ വളരെ വിശ്വസ്തയോടെ ജീവിക്കുന്ന മക്കള്, ജീവിത പങ്കാളിയാണെങ്കിലും വളരെ വിശ്വസ്തയോടെ, മദ്യപാനം മറ്റൊന്നുമില്ല, ഭാര്യയെ സ്നേഹത്തോടെ പൊന്നുപോലെ നോക്കുന്ന, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത്രയും രീതിയിൽ നോക്കുന്ന ഒരു മനുഷ്യൻ. ഇത്രയും സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിലുള്ളപ്പോൾ നല്ലൊരു വീടുണ്ട്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇതാ സഹോദരിക്ക് ദൈവം തന്ന എത്രയോ വലിയ ദാനങ്ങളാണെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹനം ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ പറയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നും ദൈവം നല്ലത് തന്നിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ വഴിയിലല്ല യാത്ര ചെയ്യുന്നത്, പിന്നെ എവിടെയാണ് നമ്മൾ വഴി മാറിയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒന്നിലും സംതൃപ്തി അടയാനായിട്ട് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, സാറ്റിസ്ഫൈഡ്, സംതൃപ്തി, സമാധാനം എന്നുള്ളത് ഒരു
ഒരു വസ്തുവിലല്ല, പിന്നെയോ അത്യധികമായ ദൈവത്തിൽ മാത്രമുള്ളതാണ്. ദൈവം ഉണ്ട് എന്നുള്ള സമാധാനമേ ജീവിതാവസാനം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. മറ്റൊന്നും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, നമുക്ക് ഉള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്. ചിലരുടെ ജീവിതത്തിൽ ചിലർക്ക് ജോലി പോരാ, ചിലർക്ക് മക്കൾ പോരാ, ചിലർക്ക് ജീവിതപങ്കാളി തന്നെ പോരാ. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ദൈവം നമുക്ക് തന്നതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കുക. ഉണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇല്ലാതെ നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു കാലത്തും സന്തോഷമില്ലാതെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അർത്ഥം നമ്മൾ എതിർ ദിശയിലാണ് യാത്ര ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് രണ്ടാമത്തെ ഒന്ന് പരിശോധിക്കാം, നമ്മുടെ കുടുംബജീവിതം. ഇവിടെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ അന്തരീക്ഷം ഒന്ന് പരിശോധിക്കുക. അത് എത്രത്തോളം സമാധാനമുള്ളതാണ് എന്ന് നമ്മൾ പരിശോധിക്കുക. അവിടെ കലുഷിതമായ സാഹചര്യങ്ങളാണ് ഉള്ളതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ, വചന വായന ഇല്ലെങ്കിൽ, എല്ലാ ഞായറാഴ്ചകളിലുള്ള വിശുദ്ധ ബലിയിലേക്കുള്ള സംബന്ധമില്ലെങ്കിൽ, ബലിയർപ്പണമില്ലെങ്കിൽ, കൃത്യമായ നോമ്പനുഷ്ഠാനങ്ങളില്ലെങ്കിൽ, പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് നമ്മുടെ യാത്ര, ആ ദൗത്യത്തിൽ നിന്ന് നമ്മുടെ യാത്ര നേരെ തർശീശിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പനും അമ്മയൊക്കെ മക്കളെ ആയിട്ട്, ചില ആൺപിള്ളേരും പെൺപിള്ളേരൊക്കെ ആയിട്ട് ഒരു 18, 19, 20 വയസ്സുള്ളവർ, അച്ഛൻ ഇവരുടെ തലയ്ക്ക് നോക്കി പിടിക്കണം. എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ, അവൻ്റെ സ്വഭാവം ശരിയല്ല, അത് ആ പ്രശ്നം, ഈ പ്രശ്നം, മറ്റേ പ്രശ്നം, മറിച്ച പ്രശ്നം, 100 പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, അവളിങ്ങനെയാണ്, അവൾ തറതല പഠിച്ചുകൊണ്ടിരുന്ന വെച്ചാണ് ഇപ്പം എല്ലാം തിരിഞ്ഞു. അവർ മോശപ്പെട്ട ജീവിതത്തിലേക്ക് പോകും, തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകും, ഇത് തുടങ്ങി അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ തലയ്ക്ക് കഴിച്ച് ആശ്വസിപ്പിച്ചേ കൂടും. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു കുടുംബജീവിതത്തിൽ ഒരു മകനും മകളും ഒക്കെ അവരുടെ പ്രായപൂർത്തിയായി കഴിഞ്ഞ് നല്ല ജീവിതം നയിക്കണമെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് അവർ സഞ്ചരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരെവിടെ നിന്ന് വന്നു, അവരുടെ വേര് പരിശുദ്ധമായിരിക്കണം. അവരുടെ കുടുംബ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയുള്ള ഒരു കുടുംബ ജീവിതമായിരിക്കണം അവർ വന്ന കുടുംബം, അവരുടെ ഫാമിലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവണം, വചനം വായിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവണം, ദൈവത്തിന് വില കൊടുക്കുന്ന ഒരു കുടുംബം ഉണ്ടാവണം, അപ്പനും അമ്മയ്ക്കും പരസ്പരം വലിയ സ്നേഹമുള്ള കുടുംബമായിരിക്കും. കുടുംബ ജീവിതവും ഭാര്യ ഭർത്തൃ ജീവിതവും വിലയുള്ളതായിട്ട് അവരവരുടെ കുടുംബത്തിൽ കാണണം. അപ്പനെ സ്നേഹിക്കാൻ ഉത്സാഹിക്കുന്ന അമ്മയും അമ്മയെ സ്നേഹിക്കാൻ ഉത്സാഹിക്കുന്ന അപ്പനും മത്സരിച്ച് സ്നേഹിക്കുന്നവരും. ഒരാളുടെ കുറവിനെ മറ്റാൾ പരിഹരിക്കുന്നു, ഒരാൾക്കൊരു വീഴ്ച വന്ന് മറ്റയാൾ ചേർത്ത് പിടിക്കുന്നു. പരസ്പരം ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത ഇണക്കുരുവികളെ പോലെ ജീവിക്കുന്ന അപ്പനും സ്നേഹത്തിൽ ജീവിക്കുന്ന അപ്പനും. ഇത് പ്രാർത്ഥനയെ അധിഷ്ഠിതമായി എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നിർബന്ധമാക്കിയ വീടുകൾ, എല്ലാ ദിവസവും വചനം വായിക്കാൻ നിർബന്ധമാക്കിയ വീടുകൾ, ബലിയർപ്പണത്തിന് നേരത്തെ പോകാൻ തയ്യാറെടുക്കുന്ന കുടുംബനാഥൻ, അങ്ങനെയുള്ള ഭവനത്തിൽ പ്രിയപ്പെട്ടവരെ സമാധാനം കളിയാടും. അല്ലാത്തടത്ത് പ്രിയപ്പെട്ടവരെ സമാധാന അന്തരീക്ഷം തകരും. മക്കളും അപ്പനും അമ്മയും ഒക്കെ വിശുദ്ധിയിൽ പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതാ അതിൻ്റെ ആരംഭം തന്നെയായ അപ്പനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുടുംബജീവിതത്തിൽ വിശ്വസ്തരായിരിക്കുക. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ നമ്മുടെ ജീവിതമാണ് നമ്മുടെ സാമൂഹിക ജീവിതം. നമ്മുടെ സൊസൈറ്റിയിൽ അനേകരെ കാണുന്നവരാണ്, അനേകരുമായി ഇടപഴകുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇടപഴകുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ വിശ്വാസത്തെ അടിയറവ് വയ്ക്കാനായിട്ട്, നമ്മുടെ വിശുദ്ധിയെ അടിയറവ് വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാവരോടും കൂടുമ്പോൾ ഞാൻ എല്ലാവരോടും കൂടുമ്പോൾ ചിലപ്പോൾ ഒന്ന് എന്ത് ചെയ്യും, ചിലർ പറയാറുണ്ട് ഞാനൊന്ന് ചിലപ്പോൾ മദ്യപിക്കാനായിട്ട്
അല്ലെങ്കിൽ ചില ഇതിലേക്ക് പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കൂടിയാലും കൂടിയില്ലെങ്കിലും, ആരെ കണ്ടാലും ആരെ കണ്ടില്ലെങ്കിലും, നമ്മള് മനുഷ്യരെ ഒന്നിച്ചായിരിക്കുമ്പോഴും എൻ്റെ ദൈവത്തിന്റെ വാക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പാലിക്കാനായിട്ട് എനിക്ക് ഇടയാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് നമ്മൾ പറ്റുന്നില്ല, ആ സമൂഹത്തിന്റെ കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ യാത്ര എതിർ ദിശയിലാണ്, നമ്മുടെ യാത്ര നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമ്മൾ 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്: വ്യക്തി ജീവിതം, കുടുംബജീവിതം, സാമൂഹിക ജീവിതത്തിലൊക്കെ നമ്മുടെ അന്തരീക്ഷം, നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ യാത്ര, നമ്മുടെ ദൗത്യം ഉപേക്ഷിച്ചുള്ള യാത്രയാണോ? അവിടെ സമാധാനം തകരുന്നുണ്ടോ? നമുക്ക് സന്തോഷമുണ്ടോ? അല്ലെങ്കിൽ വ്യക്തി ജീവിത, കുടുംബജീവിതത്തില്, സാമൂഹിക ജീവിതത്തിലൊക്കെ നമ്മൾ മനസമാധാനത്തോടെയാണ് പോകുന്നത്? ഇല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുക, പരിശ്രമിക്കുക, നമ്മുടെ യാത്ര ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ദൈവവചനത്തിലും കുടുംബ പ്രാർത്ഥനയ്ക്കും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും കൂദാശ ജീവിതത്തിലും പ്രാധാന്യം കൊടുക്കുന്നവരെ നമുക്ക് മാറാം. അതിന് കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തതിന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.